അയ്യോ പിങ്കി മോളെ, മമ്മി. ശരിയാണല്ലോ, മമ്മി കുടുംബശ്രീക്ക് പോയതല്ലേ, പിന്നെ ഇതെപ്പോ വന്നു? പണി പാളിയല്ലോ. ഇനിയിപ്പോ മമ്മിയോട് എന്ത് പറയും? നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്നാ പറയുക? എന്തെങ്കിലും പറഞ്ഞൊഴിവാകാം, അല്ലെങ്കിൽ നല്ല ചീത്ത കിട്ടും. നീ എന്തെങ്കിലും പറ, എനിക്ക് പേടിയാവുന്നു. ആഹാ, ഇത് എങ്ങോട്ടേക്കാ കൊച്ചമ്പ്രാട്ടിമാർ ഒരുങ്ങിക്കെട്ടി പോകണത്? അത് പിന്നെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനില്ലാതെ തക്ക നോക്കിയിട്ട് എങ്ങോട്ടേക്കോ പോകാൻ ഒരുങ്ങിയതാണല്ലേ? അതും എന്നോട് പറയാതെ. ഈ വണ്ടി എടുത്തിട്ടാണോ പോകാൻ ഉദ്ദേശിച്ചത്? ഇത് എങ്ങോട്ടേക്കാണാവോ രണ്ടുപേരും പോകുന്നത്? അത് പിന്നെ മമ്മി, എന്റെ ഫ്രണ്ടില്ലേ, ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുകയാണ്. ഞാനേ ഈ ലച്ചി ചേച്ചിയോട് പറഞ്ഞതാണ് ഒന്ന് അവിടം വരെ എന്നെ ഇറക്കി തരുമോ എന്ന്. പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. ഞാൻ ഒരുവിധം നിർബന്ധിച്ചിട്ടാ ചേച്ചി ഒരിയാൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞത്. ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാണ് നീ ഇപ്പൊ പോകുന്നത്? അത് പിന്നെ എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണ്. അതെ മമ്മി, അവൾ പറഞ്ഞത് ശരിയാണ്. അവളുടെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതാണ് എന്നോട്. കുറേ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ സ്കൂട്ടിയിൽ നിന്ന് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. മമ്മി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാ മമ്മിയോട് ചോദിക്കാതെ പോകാൻ കഴിഞ്ഞത്. എന്തിനാ നീ ഇപ്പൊ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നത്? അത് പിന്നെ എന്താടി ഒരു പരിങ്ങിക്കളി? എന്താ നിനക്ക് ഓർമ്മയില്ല എന്തിനാ നീ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നതെന്ന്? ഉണ്ട് മമ്മി, അവൾക്ക് ഓർമ്മയുണ്ട്. അത് കൊള്ളാം, അവൾക്ക് ഓർമ്മയുണ്ടെന്ന് നിനക്കാണ് അറിയുന്നത്. അതെങ്ങനെ അവളുടെ കാര്യം നിനക്ക് ഓർമ്മ വന്നത്? അത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവളുടെ ഏതോ ലൈബ്രറി അവളുടെ വീട്ടിലാണുള്ളത്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തോ ഒരു കലക്രമുണ്ടല്ലോ. നിന്റെ പറച്ചൽ കേട്ടാ തോന്നുമല്ലോ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ പോകുന്നതെന്ന്. ശരിക്കും പറ, രണ്ടുപേരും എങ്ങോട്ടേക്ക് ഇറങ്ങിയത്? സത്യമാ മമ്മി പറയണത്? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തന്നെയാണ് ഇറങ്ങിയത്. സത്യമാ മമ്മി, സത്യമാ? പ്ലീസ് മമ്മി, പപ്പയോട് പറയരുത്. സ്കൂട്ടി എടുത്തിട്ട് വേഗം പോയിട്ട് ഞങ്ങൾ വരാം. മമ്മി കുടുംബശ്രീക്ക് പോയത് കൊണ്ടാണ് മമ്മിയോട് ചോദിക്കാതെ പോകാൻ കഴിഞ്ഞത്. സോറി, ഇനി ആവർത്തിക്കില്ല ഇങ്ങനെ. പ്ലീസ് മമ്മി, പ്ലീസ് മമ്മി. ശരി ശരി. നിങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിലാ പോകണതെന്ന് അറിഞ്ഞാലേ, പപ്പ അറിഞ്ഞാലേ പിന്നെ കഥ കഴിഞ്ഞു. ഈ പെണ്ണിനോട് എപ്പം പറയണതാ ലൈസൻസ് ഒന്ന് എടുക്കാൻ? ലൈസൻസ് എടുത്താൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ? അതെങ്ങനെയാ, മടിച്ചല്ലേ, കുഴിമടിച്ച്. ആ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്ന സമയം കൂടെ ഫോണിൽ തോണ്ടിയിരിക്കും. ഈ വെക്കേഷൻ സമയത്ത് എന്തിനെങ്കിലും ഒക്കെ പോയിക്കൂടെ? അതെന്താ മമ്മി, ഞാൻ ട്യൂഷന് പോകുന്നില്ലേ? ട്യൂഷനെന്നും പറഞ്ഞ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ആർക്കറിയാം? അതെന്താ മമ്മി അങ്ങനെ പറയണത്? മമ്മിക്ക് ഇനിയൊക്കെ തിരിഞ്ഞോ? എന്ത് തിരിഞ്ഞോന്നാ നീ പറയണത്? എടി പൊട്ടി ചേച്ചി, ഒന്ന് മിണ്ടാതിരിക്കെ. മമ്മിക്കൊന്നും അറിയില്ല, നീയായിട്ട് അറിയിക്കാൻ നിൽക്കണ്ട. എന്താ നാടി ഒരു പിറുവിറുക്കല്? ഹേയ് ഒന്നുമില്ല മമ്മി, ഞങ്ങൾ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞതാ. ശരി ശരി, വേഗം പോയിട്ട് തിരിച്ചു വന്നോളണം. ഇനി അവിടെ ഇവിടെ ഞാൻ കറങ്ങി നടന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിന്നാൽ പപ്പ വിളിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ സ്കൂട്ടി കൊണ്ടാ പോയതെന്ന്. അയ്യോ വേണ്ട മമ്മി. എനിക്ക് അടുക്കളയിലെ കുറച്ച് പണിയുണ്ട്, സൂക്ഷിച്ച് പോകണം കേട്ടോ. ശരി ശരി. എന്റെ ദൈവമേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് എന്തൊരു കളിയാണ്. പെണ്ണിന്റെ കോലം ആണിന്റെ ധൈര്യം. രണ്ടിനോടും കൂടെ ഒരിക്കൽ കൂടെ പറയാ, അവിടെ ഇവിടെ ഞാൻ കറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല. രണ്ടിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. എടി ചേച്ചി, മമ്മിക്ക് എന്തോ സംശയമുള്ളത് പോലെ തോന്നിയോ നിനക്ക്? ശരിയാ, എനിക്കും തോന്നി. ഇനി കുടുംബശ്രീയിലെങ്ങാൻ ഞങ്ങളുടെ അഫയറിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവുമോ? അതിനെ റാമിനെ ആർക്കും അറിയില്ലല്ലോ. അറിയില്ല എന്നൊക്കെയാണ് എന്റെയും വിശ്വാസം. ഇനി എങ്ങാനും ആർക്കെങ്കിലും അറിയാമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം കട്ട പുകയാണ്. മമ്മി ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെയൊന്നും ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം പോകാം. റാം അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. അതെ അതെ,